ആഗോളതലത്തിൽ പണമിടപാടിൻ്റെ ഏറിയ പങ്കും ഇന്ത്യയുടെ കൈകളിലൂടെയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ ഇനി വിശ്വസിക്കേണ്ടി വരും. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ നട്ടെല്ലായ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം UPI കുറിച്ചാണ്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അഥവാ UPI ഇന്ത്യയെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഈ നേട്ടം ഇന്ത്യയുടെ ആഗോള തന്ത്രത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? UPI ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്ന നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നു. ഈ ജൂൺ 1-ന് UPIയിൽ 5400 കോടി ഇടപാടുകൾ നടന്നു. തൊട്ടടുത്ത ദിവസം 5500 കോടിയോളമായി ഉയർന്നു. എന്നാൽ ഇതേ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമായ അമേരിക്കയുടെ വിസയുമായി താരതമ്യം ചെയ്താൽ വിസയിൽ 5350 കോടി ഇടപാടുകളാണ് ദിവസേന നടക്കുന്നത്. അതായത് ലോകത്തിലെ പണമിടപാടുകളിലെ ഒന്നാം സ്ഥാനം അമേരിക്കയുടെ വിസയിൽ നിന്ന് ഇന്ത്യയുടെ UPI കരസ്ഥമാക്കിയിരിക്കുന്നു. ഇനി ഈ നേട്ടത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. 1958 തുടങ്ങിയ വിസയെ മറികടന്നത് കേവലം 9 വയസ്സു മാത്രമുള്ള നമ്മുടെ UPI ആണ്. 2016 ആരംഭിച്ച നമ്മുടെ UPIയുടെ ഈ വളർച്ച ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. UPIയിലെ വാർഷിക ഇടപാടുകളുടെ മൂല്യം 27 ലക്ഷം കോടിയോളം വരും. ഇത് ഇറ്റലി, ബ്രസീൽ, കാനഡ എന്നിവയുടെ GDPയേക്കാൾ വലുതാണ്. 2018 മുതൽ 2025 വരെ UPIയുടെ ഇടപാടുകൾ എല്ലാ വർഷവും ഇരട്ടിയായി വളർന്നു. ഇന്ത്യൻ GDPയുടെ വേഗത്തിലുള്ള വളർച്ചയ്ക്കൊപ്പം UPIയും മുന്നോട്ട് കുതിക്കുകയാണ്. UPIയുടെ ഈ വിജയത്തിന് പിന്നിൽ പ്രധാനമായും 5 കാരണങ്ങളാണ്. ഒന്നാമതായി 2016 നോട്ട് നിരോധനം. 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചപ്പോൾ ജനങ്ങൾ കൂടുതലും ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് തിരിഞ്ഞു. അടുത്തത് ടെലികോം മേഖലയിലേക്കുള്ള ജിയോയുടെ വരവോടെ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് ഡാറ്റ ലഭ്യമായി. ഇത് സ്മാർട്ട് ഫോൺ ഉപയോഗം കുത്തനെ വർദ്ധിപ്പിച്ചു. മൂന്നാമതായി ഇൻ്റർനെറ്റ് ഇല്ലാത്തവർക്ക് പോലും ഫോണുകളിൽ UPI ഉപയോഗിക്കാനുള്ള സൗകര്യം വന്നു. അടുത്തതായി ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി UPI ഇടപാടിന് ചാർജ് ഈടാക്കുന്നില്ല. അഞ്ചാമത്തെ കാരണം ആധാർ, ജൻധൻ യോജന, മൊബൈൽ ഫോൺ എന്നിവയുടെ ത്രയം UPI ശക്തിപ്പെടുത്തി. ഇന്ത്യയെ ഡിജിറ്റൽ ശക്തിയാക്കി മാറ്റുന്നതിൽ പങ്കുവഹിച്ച പ്രധാന ഘടകങ്ങൾ ഇവയൊക്കെയാണ്. UPI ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ UAE, സിംഗപ്പൂർ, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഫ്രാൻസ്, മൗറീഷ്യസ് എന്നീ 7 രാജ്യങ്ങളിൽ UPI പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രാൻസ് വഴി UPI 151 ലക്ഷം കോടിയുടെ യൂറോപ്യൻ യൂണിയൻ വിപണിയിലേക്ക് കടന്നു കഴിഞ്ഞു. സിംഗപ്പൂർ വഴി ആസിയാൻ വിപണിയിലേക്കും ജപ്പാൻ, ഓസ്ട്രേലിയ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് UPIയുടെ വ്യാപനം സാധ്യവുമാണ്. ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു പ്രമുഖ ശക്തിയായ ഇന്ത്യ UPIയെ ഒരു ആഗോള പൊതുവിനിമയ മാർഗമായി മാറ്റുകയാണ്. UPI ശരിക്കും ഇന്ത്യയുടെ ആഗോള ഡിജിറ്റൽ വിജയത്തിൻ്റെ പ്രതീകമാണ്. വസുദൈവ കുടുംബകം എന്ന നമ്മുടെ ആശയത്തിനനുസൃതമായി UPIയെ ഒരു ആഗോള തന്ത്രമാക്കി മാറ്റാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. UPI ഡിപ്ലോമസി വഴി ഇന്ത്യയുടെ സോഫ്റ്റ് പവർ ലോകമെമ്പാടും വ്യാപിച്ചു. ആഗോളതലത്തിലെ ഒരു പ്രമുഖ ശക്തിയാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതിൽ UPIയുടെ പങ്ക് ചെറുതല്ല. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ.